ടീച്ചറിന്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. പറഞ്ഞേ, എന്താണ് മലയാളം ക്ലാസ്സിൽ പറയേണ്ടത്? നമസ്കാരം. കേക്കട്ടെ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. കേക്കട്ടെ ടീച്ചറെ? നമസ്കാരം. ഓക്കെ, നമുക്ക് പുതിയ വാക്കുകൾ പഠിച്ചാലോ? ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ടീച്ചറുടെ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം. ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അയ്യോ എന്ന് വിചാരിക്കേണ്ട. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ നമുക്ക് വാക്കുകൾ എഴുതാം, ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് അക്ഷരം വരുന്നത്, ചിഹ്നം വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആദ്യം തന്നെ ടീച്ചർ എഴുതാൻ പോകുന്നത് ഈ അക്ഷരം. ഇതേതാണ് ഈ അക്ഷരം? ഒന്ന് പേര് പറഞ്ഞ് പറ. ഏതക്ഷരമാണ്? നമ്മൾ പഠിച്ചതാണല്ലോ, താ. ഓക്കെ, അപ്പൊ നമ്മള് താ എഴുതി. ശ്രദ്ധിക്കുക. അടുത്തത് ഈ ചിഹ്നം എഴുതണം. ഇതേതാണ് ചിഹ്നം? ആ. അപ്പൊ താ ആ എന്താണ്? താ. കിട്ടിയില്ലേ? താ ആ താ. അടുത്തത് നമ്മൾ ഈ അക്ഷരം എഴുതാണ്. ഇതേതാണ് ഈ അക്ഷരം? ഇതേത് അക്ഷരമാണ്? ഉറക്കെ പറ, കേക്കട്ടെ. മാ. ഓക്കെ, നമ്മള് മാ ഉണ്ടാ മാ എഴുതി. അപ്പൊ താ മാ അല്ലേ? അതുവരെ എഴുതി. അടുത്തത് ഈ അക്ഷരം നമ്മൾ എഴുതാൻ പോവാണ്. ഇതേതാണിത്? ഈ അക്ഷരം ഏതാണ്? രാ. മനസ്സിലായോ? രാ. ഏതക്ഷരാണ്? രാ. താ ആ താ മ രാ. കൂട്ടി വായിക്കുമ്പോ, ഒരുമിച്ച് വായിക്കുമ്പോ എന്താ പറയാ? താ മ രാ. താമര. താമര കണ്ടിട്ടുണ്ടോ നിങ്ങള്? താമര കണ്ടിട്ടുണ്ടോ? ടീച്ചർ കാണിച്ചു തരട്ടെ. ഇതാണ് താമര. എന്താണ്? താമര. കണ്ടിട്ടുണ്ടോ? ഈ ഫ്ലവർ കണ്ടിട്ടുണ്ടോ? താമര. താമര എന്ന് പറഞ്ഞേ. താമര. ഇതാണ് താമര. താ ആ താ മ ര. താമര. മനസ്സിലായോ? ഇതാണ് താമര എന്ന് പറയുന്ന പൂവ്, പുഷ്പം, ഫ്ലവർ. ഓക്കെ, അതാണ് നമ്മളിപ്പോ ഇവിടെ എഴുതിയത്. ഓക്കെ, താമര. താമര. അക്ഷരങ്ങളൊക്കെ, വാക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അർത്ഥം കൂടെ പതുക്കെ പതുക്കെ നമ്മൾ പഠിച്ചു പോവാം. അപ്പം എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വാക്ക് ഇതേതാണ് അക്ഷരം? ഇതേതക്ഷരാണ്? ഇത് പറഞ്ഞേ. പാ. ഏതാണ്? പാ. ടീച്ചർ ഈ ചിഹ്നം ഇവിടെ എഴുതാണ്. ഇതേതാണ് ചിഹ്നം? ആ. അപ്പൊ കൂട്ടി വായിക്കുമ്പോ പാ. എന്താണ്? പാ ആ ചിഹ്നം പാ. ഇതേതാണ് അക്ഷരം? നമ്മളിപ്പോ എഴുതിയതാണല്ലോ, താ. ഓക്കെ, താ പാ. ഒരുമിച്ച് വായിക്കുമ്പോ പാ താ. ഇതേതാണ് ചിഹ്നം? തായുടെ കൂടെ ഈയുടെ ചിഹ്നം. അപ്പൊ എങ്ങനെയാ വായിക്കാം? താ ഈ തീ. ഓക്കെ, അപ്പൊ പാ തീ. ഇതേതാണ്? രാ. മനസ്സിലായോ? രാ. മനസ്സിലായോ? അപ്പൊ രാ. ഇത് കൂട്ടി വായിക്കുമ്പോ പ ആ പാ. ത ഈ തി
ര. പാതിര. എന്താണ്? പാതിര. പറഞ്ഞേ, പാതിര. പാതിര. മനസ്സിലായോ? പാതിര എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അർദ്ധരാത്രി എന്ന് പറഞ്ഞ രാത്രിയുടെ പകുതി. ഇപ്പൊ നിങ്ങൾ രാത്രിയുടെ പകുതി, പകലിന്റെ പകുതി എന്നൊന്നും മനസ്സിലാക്കണ്ട. പകുതി, ഹാഫ് എന്ന് നമ്മൾ പറയില്ലേ? നമ്മളിപ്പോ ഇതൊരു വര വരച്ചു അല്ലേ? ഇവിടെ ഒരു വര നമ്മൾ വരയ്ക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മൾ എന്താക്കുന്നു? ഹാഫ് ആക്കുകയാണ്. ഉണ്ടോ? അപ്പോ ഹാഫ് അല്ലേ? നമ്മൾ മുഴുവനായിട്ടും വരച്ച ഈ വരയുടെ ഹാഫ്. ഉണ്ടോ? അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് വേണ്ട. ഹാഫ്. ഉണ്ടോ? പകുതി ഭാഗം അല്ലേ? ഈ നേരെ വരച്ച വരയുടെ പകുതി ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ പകുതി, ഹാഫ്. അതാണ് പാതിര. ഇപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ. രാത്രിയുടെ പകുതി, പകലിന്റെ പകുതി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ പാതിര തൽക്കാലത്തേക്ക് എന്ത് പഠിച്ചാൽ മതി? പാതിര എന്ന് പറഞ്ഞാൽ പകുതി, പകുതിയുള്ള സമയം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ 2 വാക്കുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. താമര, താമര ഒരു ഫ്ലവർ ആണ്. പാതിര, പാതിര പകുതി, പകുതി. അതാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള 2 വാക്കുകൾ. കിട്ടിയില്ലേ? നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഓരോ വാക്കുകളും ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അല്ലാതെയുമുള്ള വാക്കുകൾ നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും പതിയെ എഴുതണം. അതായത് ഇപ്പോൾ പാ നിങ്ങൾ എഴുതി, ഈ ചിഹ്നം എഴുതുന്നു, എന്നിട്ട് അത് നിങ്ങൾ കൂട്ടി വായിക്കണം. പാ ഉണ്ടാ ത. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചിഹ്നം എഴുതണം, അത് കൂട്ടി വായിക്കണം. തീ. നെക്സ്റ്റ് ര, അത് മാത്രം വായിക്കണം. എന്നിട്ട് ഓരോന്നും പ ആ പാ ത ഈ തി ര, പാതിര. കണ്ടോ? ഇങ്ങനെ ഓരോന്നും 1 by 1 ആയിട്ട് സാവധാനം വായിച്ചതിന് ശേഷം, മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം വേണം ഒരുമിച്ച് ചേർത്ത് വായിക്കാൻ. മനസ്സിലായോ? അപ്പോഴാണ് നിങ്ങൾക്ക് ചിഹ്നങ്ങൾ ചേർത്തിട്ടുള്ള അക്ഷരങ്ങളൊക്കെ മനസ്സിൽ പതിയുള്ളൂ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ശുഭദിനം.